നമുക്ക് ഞാൻ താമസിക്കുന്ന വില്ല ഒന്ന് കാണാം അല്ലേ? വാ, കാണിച്ചു തരാം. അടിപൊളി സ്ഥല. പക്ഷെ ഞാൻ താമസിക്കുന്നത് വില്ലയിലല്ല, കോട്ടേജിലാണ്. വില്ല ഉണ്ട് ഇവിടെ, വില്ലയും കാണിച്ചു തരാം. ഇതാണ് ഹട്ട് സലാട്ട് വില്ല. ഇത് ബീച്ച് സൈഡിലാണ്. വില്ലയുണ്ട്, പിന്നെ ചെറിയ ചെറിയ കോട്ടേജസ് ഉണ്ട്. നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ് ഈ ഹട്ട് സലാട്ട് സ്ഥിതി ചെയ്യുന്നത്. കൊപ്പങ്ങാനിലാണിത്. നിങ്ങൾ ഫുൾ മൂൺ പാർട്ടിയൊക്കെ കാണാൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഹൈഡ്രീൻ്റെ അടുത്ത് വീട് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ റൂം എടുക്കുമ്പോൾ വലിയ റെൻ്റാവും. അതേ സ്ഥാനത്ത് കുറച്ച് മാറി താമസിക്കുകയാണെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ചെറിയ റെൻറ്റിന് നല്ല അടിപൊളിയായിട്ട് താമസിച്ചിട്ട് ഫുൾ മൂൺ പാർട്ടിയൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാനും പറ്റും. ഇത് കണ്ടോ, എൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ കുറേ കോട്ടേജസുകളുണ്ട്. ഇതിലിങ്ങനെ നമ്മൾ മുമ്പോട്ട് നടക്കുമ്പോൾ ഇത് കണ്ടില്ലേ, രണ്ട് സൈഡിലും കോട്ടേജസും പിന്നെ നല്ല കുറേ മരങ്ങളും നല്ല തണുപ്പുണ്ട്. ഇതിനുള്ളിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ, തെങ്ങിൻ തൈകളോ. ഇവിടെയൊക്കെ നമ്മൾ വിചാരിക്കുന്ന അത്ര വലിയൊരു റെൻ്റൊന്നും ഇല്ല കേട്ടോ. ഇത് കുറച്ച് ഉള്ളിലേക്കായിട്ടാണ് ഈ റിസോർട്ടുള്ളത്. പിന്നെ ഇപ്പോൾ നിറയെ ടൂറിസ്റ്റുകളൊന്നും ഇല്ല, എങ്കിലും ടൂറിസ്റ്റുകളുണ്ട് ഇവിടെ. കാരണം ഈ ഹാർഡ്രീനിൽ ഈ ഫെസ്റ്റിവൽ ഫുൾ മൂൺ പാർട്ടി നടക്കുന്നതുകൊണ്ട് ഏകദേശം ആൾക്കാർ ആ ഭാഗത്തൊക്കെ തന്നെ ആയിട്ടാണ് റൂംസൊക്കെ എടുത്തിട്ടുള്ളത്. പിന്നെ അവിടെയൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ബഡ്ജറ്റായിട്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ ചെറിയ കുറേ റിസോർട്ടുകൾ കിട്ടുന്നത് അതൊരു ഇത് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ബീച്ചിൻ്റെ അടുത്തേക്ക് നടന്ന് വന്നിട്ടുണ്ട്. ആ കാണുന്നതാണ് ബീച്ച്. എന്ത് രസമല്ലേ! ഇവിടുന്ന് രാവിലെ ഉറങ്ങിയെണീറ്റിട്ട് നേരെ ബീച്ചിലേക്ക് ഇറങ്ങുക, നടക്കുക, ഓടുക, എന്നിട്ട് ബീച്ചിൽ കുളിക്കുക. സൂപ്പറായിരിക്കും അല്ലേ? ഇവിടെ ലെഫ്റ്റ് സൈഡിൽ അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. പക്ഷെ കുറച്ച് എക്സ്പെൻസീവാണ്. ഞാൻ മെനു ചെക്ക് ചെയ്ത് നോക്കി, പുറത്തുള്ള റെസ്റ്റോറൻറ്റിനേക്കാളും എക്സ്പെൻസീവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ബീച്ചിൽ നല്ല ചൂടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു ഉച്ച സമയമാണ്, അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് സമയം നടന്നു നോക്കാം അല്ലേ, എന്തൊക്കെയാണുള്ളത് ബീച്ചിൽ നിന്ന് കാണാമല്ലോ. ആദ്യം അങ്ങോട്ട് ലെഫ്റ്റിലേക്ക് പോകണോ അതോ റൈറ്റിലേക്ക് പോകണോ? ലെഫ്റ്റ് പോയി നോക്കാം. അവിടെ ഒരു വഞ്ചിയൊക്കെ കിടക്കുന്നുണ്ടല്ലോ. വഞ്ചിക്കാരനെ കാത്തു കിടക്കുന്ന ഒരു വഞ്ചി. നല്ല ചൂടുണ്ട് കേട്ടോ. അത് സാരമില്ലല്ലേ, ചൂടല്ലേ, അത് കുറച്ച് സഹിക്കാമെന്ന്. ഇവിടെ ഇടത് ഭാഗത്തായിട്ട് കണ്ടോ വേറെ റിസോർട്ടുണ്ട്. ഇത് ആ റിസോർട്ടിനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ ലക്ഷറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്. ആ ഭംഗിക്കനുസരിച്ച് അതിൻ്റെ പ്രൈസിനും കുറച്ച് ഭംഗി കൂടും. ഇവിടെ ഒരു തെങ്ങ് എന്നെ പിടിച്ചോളീന്ന് പറഞ്ഞിട്ട് കടലിലേക്ക് ചാഞ്ഞ് കിടക്കുന്നുണ്ട്. ഇവിടെ രണ്ട് ഷാളൊക്കെ വിരിച്ചിരിക്കുന്നുണ്ട്. ബീച്ച് ടവലൊക്കെ ഇട്ടിട്ടുണ്ട്. ആരോ ബീച്ചിൽ കുളിക്കുന്നുണ്ടാവും, അതുതന്നെ സംഭവം. ഇത് രസമുണ്ട്, കുഴപ്പമില്ല കേട്ടോ, നല്ല രസമുണ്ട് അത് കാണാൻ. ആ റിസോർട്ട് അതിന് ഇത്ര പ്രൈസ് എന്നുള്ളത് അറിയില്ല. നമ്മുടെ മറ്റേ അവിടെ ഡിപ്പെൻഡ്, ചെറുതും വലുതും ഒക്കെ ആയിട്ട് പലതും ഉള്ളതുകൊണ്ട് 1500, 2000, 3000 ഒക്കെ ഉണ്ട് അവിടെ. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റ് ആണോ അതോ സൂപ്പർ മാർക്കറ്റ് അല്ല, ബോർഡ് കാണുമ്പോൾ സൂപ്പർ മാർക്കറ്റ് എന്നാണ് കാണുന്നത്, പക്ഷേ അതൊരു ചെറിയ മിനി മാർട്ടാ. ഓക്കെ. ഇവിടെ നമുക്ക് ഒരു റെസ്റ്റോറൻറ്റ് കൂടെ ഉണ്ട് കേട്ടോ, ഫുഡൊക്കെ കഴിക്കാൻ. മിനി മാർട്ടും ഉണ്ട്, റെസ്റ്റോറൻറ്റും ഉണ്ട്. റെസ്റ്റോറൻറ്റ് പുറത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഉള്ളിൽ കയറി നോക്കണോ? വേണ്ടല്ലേ, ഉള്ളിൽ കയറി നോക്കിയിട്ട് എന്ത് കാണാനാ? നമ്മൾ എത്ര റെസ്റ്റോറൻറ്റിൻ്റെയൊക്കെ വീഡിയോസ് കണ്ടതാ. നല്ല രസമുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ കാണുമ്പോൾ അവിടെ പണ്ട് മീൻ പിടിക്കാൻ പോയ ഒരു തോണി ഉപയോഗശൂന്യമായപ്പോൾ പിന്നെ അത് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുക റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിൽ.
ഇവിടെയൊക്കെ വൈകുന്നേരം ആകുമ്പോൾ ഒരു പ്രത്യേക വൈബായിരിക്കും അല്ലേ. ഇപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് ടൂറിസ്റ്റുകളൊന്നും ഇല്ല, എല്ലാവരും ഉള്ളിൽ കിടന്ന് ഉറങ്ങായിരിക്കും. അവിടെയൊക്കെ കുറേ മീൻ പിടിക്കുന്ന ചെറിയ ചെറിയ തോണികളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നല്ല ഒരു ഇതിലിങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖം. പിന്നെ ഉച്ചയായതുകൊണ്ട് ചൂടായതുകൊണ്ട് അത്ര വലിയ സുഖം ഇല്ല താനോ. സൺസെറ്റിൻ്റെ ഒക്കെ സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ലൊരു വൈബായിരിക്കും. കുറേ അങ്ങോട്ട് പോകണോ ഇനിയും? കുറച്ചുകൂടി പോയി നോക്കാം അല്ലേ. നടക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ നടക്കാനുണ്ട്. ഒരുപാട് വലിയൊരു ലോങ് ബീച്ചാണിത്. ഇവിടെയുണ്ട് ചെറിയ ചെറിയ കുറച്ച് റിസോർട്ടുകൾ. ഇവിടെ പിന്നെ കുറേ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ, ഇത്രയും മതി, ഇനി അങ്ങോട്ട് നടക്കാൻ വയ്യ. ഇനി തിരിച്ച് നടക്കാം ഇനി. അതോ അവിടെ എന്താ ഉള്ളതെന്ന് നോക്കാം. ഈ കടലിലൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? വലിയ ഒരു ഹെവി ആയിട്ടുള്ള തിരമാലകളില്ല കണ്ടോ. എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ അതോ ഇപ്പം തൽക്കാലത്തേക്കോ അറിയില്ല. ഇപ്പം വേലി ഏറ്റമാണോ വേലി ഇറക്കമാണോ ഒന്നും മനസ്സിലാവുന്നില്ല. വേലി ഏറ്റമാണ്. വൈകുന്നേരം ആകുമ്പോഴേക്ക് വേലിയേറ്റം സംഭവിക്കും കുറച്ചുകൂടെ. ഓക്കെ, ഇവിടെ റൈറ്റ് സൈഡിലൊക്കെ ആയിട്ട് കുറേ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ റെസ്റ്റോറൻറ്റുകൾ കുറേ കാണാനുണ്ട്. അതിൻ്റെ അർത്ഥം ഇവിടെ കുറേ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് എന്ന് തന്നെ അല്ലേ. അത് തന്നെ ആയിരിക്കും, അല്ലാണ്ട് പിന്നെ എന്താ. ഉണ്ടോ ഇവിടെ റൈറ്റ് സൈഡിൽ വലിയൊരു റെസ്റ്റോറൻ്റാണ്. അതിൻ്റെ അപ്പുറം തൊട്ടടുത്ത് വേറെ ഒരെണ്ണം പണി നടന്നുകൊണ്ടിരിക്കുന്നു, പുതിയത് ഉണ്ടാക്കുകയാണ്. അവർ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭിത്തിയൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. കാരണം ഈ ഹൈ ടൈഡ് ആകുമ്പോൾ വേവ്സ് വന്നിട്ട് അടിക്കുമല്ലോ, അപ്പോൾ നല്ല സ്ട്രോങ്ങിൽ തന്നെയാണ് അവർ ബിൽഡ് ചെയ്യുന്നത്. അതിൻ്റെ മുമ്പിൽ കുറച്ച് അപ്പുറത്തായിട്ട് പിന്നെയും റെസ്റ്റോറൻറ്റോ. ഇതെന്താ റെസ്റ്റോറൻറ്റിൻ്റെ സമ്മേളനോ? അവിടെ കുറേ ദൂരെയായിട്ട് കുറച്ച് റോക്കൊക്കെ കാണുന്നുണ്ട്. അവിടെ ഒന്ന് പോയി നോക്കണം എന്താണ് അവരവിടെ. ഇവിടെ കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. വേറെന്താണ് അവിടെ ഉള്ളത്? അതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പുറത്തതാ പിന്നെ വലിയൊരു റെസ്റ്റോറൻറ്റ്. ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ലല്ലോ. ഹൈ സീസൺ ആകുമ്പോൾ ഇവിടെയൊക്കെ നിറയെ ആൾക്കാരുണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ബിൽഡ് ചെയ്യുന്നത്. അവിടെ ആരോ ഉണ്ട് ഉണങ്ങാൻ വെച്ചിട്ട്. നമുക്ക് കുറച്ച് അവിടെ ദൂരെ കാണുന്നില്ലേ റോക്കറി, അവിടെ പോയി നോക്കാം അല്ലേ. അവിടെ എന്തെങ്കിലും കാണാനുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് വരാം. ഇതിൻ്റെ മേലേക്ക് കയറുകയാണെങ്കിൽ വലിയ ലാൻഡാണ് കേട്ടോ. തെങ്ങാണ് കൂടുതലും കാണുന്നത്. പക്ഷെ അങ്ങോട്ട് നമുക്ക് പോകണ്ട അല്ലേ. തെങ്ങും തോപ്പ് കാണാൻ നമ്മൾ ഇവിടെ വരണോ? ഇത് കുറച്ച് സാഹസികത നിറഞ്ഞ യാത്രയാണ് കേട്ടോ. ഇതിൽ നടന്നു പോകാമെന്ന് പറയുന്നത്. ഞാനാണെങ്കിൽ ഷൂ ഇട്ടിട്ടില്ലല്ലോ, എന്താ ചെയ്യുക. വരുന്നത് വരട്ടെ, നമുക്ക് പോവാം അങ്ങോട്ട്. അവിടെ കുറച്ച് ദൂരെയായിട്ട് അതെന്താണ് അവിടെ സംഭവിക്കുന്നത്? കുറച്ച് പെൺകുട്ടികളുണ്ടല്ലോ. 3 പെൺകുട്ടികളോ 4 പെൺകുട്ടികളോ. അവരെന്താ അവിടെ ചെയ്യുന്നത്? വല്ല കള്ളക്കടത്തെങ്ങാനും തുടങ്ങിയോ? പണ്ടെങ്ങാനും കൊണ്ടുവന്ന് കുഴിച്ചിട്ട സ്വർണ്ണമെങ്ങാനും മാന്തി എടുക്കുകയാണോ? എന്താണെന്ന് ഒന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. ഡിറ്റക്റ്റീവ്, കമോൺ ഗൈസ്. ഇതിൽ നടന്നു പോകാന്നുള്ളത് വലിയൊരു ശ്രമകരമായ പരിപാടിയാണ്. അവിടെ ഒരു തെങ്ങിൻ തൈ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കടലും ആകാശവും ഈ കരയും ഒക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഇതൊക്കെ നേരിട്ട് കാണണം ഗൈസ്. ഞാനിങ്ങനെ ക്യാമറയിൽ കൂടെ കണ്ടിട്ട് ആഹാ ഭംഗിയുണ്ടെന്ന് പറയുന്നില്ല. ഇതൊന്ന് കണ്ടു നോക്ക് വന്നിട്ട്, അപ്പം മനസ്സിലാവും ഇത്ര ഭംഗിയുണ്ടെന്നുള്ളത്. നമ്മളെ നാട്ടിലുണ്ട് കേട്ടോ ഇതേപോലെ നല്ല ഭംഗിയുള്ള മനോഹരമായ സ്ഥലങ്ങൾ. പക്ഷെ അതൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഓക്കെ. ഇവിടെ ഒന്നും നമുക്ക് വേറെ വൃത്തികേടൊന്നും കാണാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ ഇതേപോലെയുള്ള ഒക്കെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാണാമെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ.
എന്തായാലും നമുക്കിനി മുമ്പോട്ട് നടക്കാം അല്ലേ? കല്ലൊന്നും പ്രശ്നമാക്കണ്ട. ഒരു ഹെൽമെറ്റ് കിട്ടിയിരുന്നെങ്കിൽ. ഓ, ഇവരെന്താണ് ചെയ്യുന്നത്? എന്തൊക്കെയോ പരുതിക്കൊണ്ടിരിക്കുകയാണ്. നോക്കാം അല്ലേ? ചോദിച്ചു നോക്കാം. ആ, ഓക്കെ. ഇതെന്താ സംഭവം അറിയോ? ഇത് നമ്മുടെ ഇതില്ലേ, ഷെല്ല് ഇതുണ്ടോ? ഇതിന് എന്താണ് തലശ്ശേരി ഭാഗത്തൊക്കെ വിളമ്പൊക്കെ ഒരിക്കാന്നൊക്കെ പറയുന്ന സാധനമാണെന്ന് തോന്നിയത്. ഇവർ മ്യാൻമാറിൽ നിന്നുള്ള 3-4 പെൺകുട്ടികൾ. ഇവർ ഇതെടുത്ത് കൊണ്ടുപോയിട്ട് വേണമെന്ന് അവർക്ക് വൈകുന്നേരത്തെ ഡിന്നർ ഉണ്ടാക്കാൻ. അതിനുള്ള പരിപാടിയാണ്, വേറൊന്നുമല്ല, കള്ളക്കടത്തൊന്നുമല്ല. വിട്ടേക്കാം അല്ലേ? എന്താല്ലേ, ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് വൈകുന്നേരത്തെ. മ്യാൻമാറുകാരിയാണ്, അവരിവിടെ ജോലി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പക്ഷെ അവർക്കറിയാം ഇതെങ്ങനെ, എവിടെയുള്ളത്, എങ്ങനെ കിട്ടും എന്നൊക്കെ. കുറേ കളക്ട് ചെയ്തിട്ടുണ്ട് 3-4 പേര് കൂടിയിട്ട്. ഇനി അങ്ങോട്ട് നടക്കുന്നത് കുറച്ചുകൂടെ ദുഷ്കരമാണ്. നമുക്കിവിടുന്ന് തിരിച്ചു പോവാം. ഒന്നാമത് ഞാൻ ഷൂ ഇട്ടിട്ടില്ല, കാല് ചെരുപ്പാണ്. ഇവിടെ എങ്ങാനും വീണിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടുകയും ചെയ്യും. അപ്പം നമുക്ക് തിരിച്ച് വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ നടക്കാം. അവരവിടുന്ന് ആ ഷെല്ലൊക്കെ ശേഖരിച്ചിട്ട് അവർ പോയിട്ട് ഡിന്നറൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടെ. നല്ല ടേസ്റ്റുള്ള സാധനമാണ് അത്, എനിക്ക് നല്ല ഇഷ്ടമാണ് പേഴ്സണലി. അതിവിടെ റെസ്റ്റോറൻറ്റിൽ ഒക്കെ അങ്ങനെ തന്നെ കിട്ടും കേട്ടോ, നമുക്ക് വാങ്ങി കഴിക്കാൻ. ജസ്റ്റ് ബോയിൽ ചെയ്തിട്ട് അവരങ്ങനെ തന്നെ ഒരു സൂപ്പ് പോലെ കൊണ്ടുവച്ച് തരും. ആ ഷെല്ലൊക്കെ അതിലുണ്ടാവും. കുറേ നടന്നപ്പോൾ പിന്നെ വിചാരിച്ചു കുറച്ച് സമയം ഇവിടെ ഇരിക്കാം, ഈ കാറ്റും കൊണ്ടിട്ട് ഈ കടലും നോക്കി തിരയെ എണ്ണിയിരിക്കാം. എത്ര തിര ഒരു മണിക്കൂറിൽ വരുമെന്ന് അറിയണമല്ലോ. അങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. നല്ല തണുത്ത കാറ്റ്, വെയിലുണ്ടെങ്കിൽ കൂടി കാറ്റ് തണുപ്പുണ്ട്. കടൽ വന്നിട്ട് ഈ പാറക്കെട്ടുകളുടെ ഉള്ളിലൂടെ കയറി ഇറങ്ങിയിട്ട് വീണ്ടും തിരിച്ചു പോകണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ പാറക്കെട്ടിൻ്റെ ഉള്ളിലേക്ക് കടൽ വെള്ളം കയറി വന്നു കഴിഞ്ഞാൽ ഈ പാറക്കെട്ടുകൾക്കൊരു സുഖം. ചൂടായി നിൽക്കുന്ന കല്ലുകളൊക്കെ ഒന്ന് തണുക്കുമല്ലോ, അത്രയേ ഉള്ളൂ. തിരിച്ചു പോവാം, കുറച്ച് ടയർഡാ. നല്ല കഷ്ടപ്പാടാണ് ഗൈസ് ഈ വീഡിയോ എടുത്ത് നടക്കുമ്പോൾ. നല്ല ചൂടുണ്ട് ഇവിടെ, ഞാൻ കുറച്ച് ടയർഡാണ്. ഇനിയിപ്പോൾ പോയിട്ട് സ്വിമ്മിംഗ് പൂളിൽ നല്ലൊരു കുളിക്കാം. നല്ല വേർത്തിട്ട് ഇരിക്കുകയാണ്. ഇതിലാണ് നമ്മുടെ കോട്ടേജ്. ഇതും നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയുള്ളൊരു കോട്ടേജാണ് കേട്ടോ. അതിരാവിലെയൊക്കെ എണീറ്റ് നോക്കിക്കഴിഞ്ഞാൽ കിളികളുടെ ശബ്ദങ്ങൾ, പല കിളികളും വരും. ഇവിടെ ഇവർ വളർത്തുന്ന കിളികൾ വേറെയുണ്ട് കണ്ടോ. ഈ കൂട്ടിലൊക്കെ ഇതിലൊക്കെ കിളികളാണ്. ഇത് ലവ് ബേർഡ്സാണ്. ഇതിനുള്ളിൽ ഇതേപോലെ ചെറിയ ചെറിയ കുറേ കോട്ടേജസുകളുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ 3 പ്രാവശ്യമായിട്ടും വന്ന് താമസിച്ചു. ഇവിടെ എപ്പോൾ വരുമ്പോൾ എനിക്ക് ഒരു പ്രത്യേക ഒരു ഫീലാണ്. അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമാണ് ഇവിടെ വന്ന് താമസിക്കാൻ. നല്ല ഗാർഡനും കുറേ പൂക്കളും പിന്നെ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറാണ്. വലിയ റെൻറ്റും ഇല്ല, അതാണ്. ഇവിടെ നിങ്ങൾക്ക് AC റൂമും കിട്ടും, AC കോട്ടേജ് ഉണ്ട്, AC അല്ലാത്തതുണ്ട്, non-AC ഉണ്ട്. പക്ഷേ നല്ല ചൂടൊക്കെ ഉള്ള സമയത്താണെങ്കിൽ AC എടുക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ ചില സമയത്ത് നല്ല തണുപ്പായിരിക്കും, ആ സമയത്ത് non-AC എടുത്താൽ മതി. ഇവിടെ ഇവരുടേതായിട്ട് തന്നെയുള്ള ഈ ഗാർഡനകത്ത് ഇവർ കുറേ വെജിറ്റബിൾസും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇതിനൊക്കെ ഇവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് മെയിൻ കാര്യം. നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കും. എപ്പോഴും ഈ ഗാർഡനിൽ ഒരാളുണ്ടാവും വർക്ക് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ അവിടെ ഒരു മ്യാൻമാറുകാരി വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുക ചെടിക്ക്. അതുകൊണ്ട് തന്നെ ചെടികളെല്ലാം നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ, കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിലല്ലേ, ഇത് നമുക്ക് ഒരു പ്രത്യേക അനുഭവമായിരിക്കും ഇതിനുള്ളിൽ.
കാരണം ഈ ഗാർഡനിലൂടെ ഇങ്ങനെ നടക്കുക, വൈകുന്നേരം ബീച്ചിലൊക്കെ ഇറങ്ങി കളിക്കുക, ബീച്ചിൽ കുളിക്കുക. ഈ കിളികളോടൊക്കെ ഇവിടെ കുറേ കിളികൾ അപ്പുറത്തൊക്കെ ഉണ്ട്, റിസപ്ഷനിലൊക്കെ കുറേ കിളികളുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ചൂട് ഫീൽ ചെയ്യുന്നില്ല തീരെ, കുറേ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ മെയിൻ അഡ്വാൻറ്റേജ് ഇവിടെ റെൻറ്റ് വളരെ കുറവാണ്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഈ ഫുൾ മൂൺ പാർട്ടിയൊക്കെ കാണാൻ വരുന്നവർ എവിടെ താമസിക്കണം. പക്ഷേ എല്ലാവർക്കും ആ ഫുൾ മൂൺ പാർട്ടി നടക്കുന്നിടത്ത് തന്നെ താമസിക്കണം. എന്ത് ചെയ്യാനാ, കുറച്ച് ദൂരെ താമസിച്ചിട്ട് നിങ്ങൾ ഇവിടുന്ന് മോട്ടോർ ബൈക്ക് റെൻറ്റിന് എടുത്തിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ടാക്സി വിളിച്ചിട്ട് പോയാലും ഒരു നഷ്ടവും വരില്ല. കാരണം ഇവിടെ അത്രയ്ക്കും റെൻറ്റ് കുറവാണ്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് കുറേ ഏകദേശം 10-30 ഇതേപോലെയുള്ള ചെറിയ ചെറിയ കോട്ടേജസുകളുണ്ട്. വലുതുണ്ട് അപ്പുറത്ത് ബീച്ച് സൈഡിൽ നമ്മൾ ആദ്യം കണ്ടത്. ചെറുത് ഇതിനുള്ളിൽ, ഇതിൽ 2 പേർക്ക് താമസിക്കാൻ പറ്റും. നല്ല രസമുള്ള ഭംഗിയുള്ള ഒരു കോട്ടേജ് അല്ലേ ഞാൻ കാണിച്ചു തന്നത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വേണമെങ്കിൽ ഇവിടെ വന്ന് താമസിക്കാം കേട്ടോ. ഈ കോപ്പൻഗാൻ ഐലൻഡിൽ വരുമ്പോൾ അവിടെ ആ ഭാഗത്തായിട്ട് ഹമ്മോക്കൊക്കെ ഉണ്ട്, നമുക്ക് കിടന്ന് ആടാം. ഹമ്മോക്ക് അതുകൂടാതെ ഇൻഡിവിജ്വലായിട്ട് ഓരോ കോട്ടേജിനും ഹമ്മോക്കുണ്ട്. ഇനി നമ്മൾ ഇതിലെ കുറച്ച് മുമ്പോട്ടേക്ക് നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഊഞ്ഞാലുണ്ട് കേട്ടോ. അതിലിരുന്ന് ഊഞ്ഞാൽ ആടുകയൊക്കെ ചെയ്യാം. കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കണ്ടോ സ്വിമ്മിംഗ് പൂള്. അധികം വലിയൊരു ലക്ഷറി സ്വിമ്മിംഗ് പൂളൊന്നും അല്ലെങ്കിലോ കുട്ടികൾക്കും അത്യാവശ്യം നമുക്ക് ചെറുതായിട്ട് സ്വിം ചെയ്യാനൊക്കെ പറ്റും. കുട്ടികൾക്ക് സ്വിം ചെയ്യാനുള്ള പ്രത്യേക ഏരിയ ഉണ്ട്. പിന്നെ നമുക്ക് അഡൾട്ട്സിന് സ്വിം ചെയ്യാനുള്ള കുറച്ച് ഡീപ്പായിട്ടുള്ള ഏരിയ ഉണ്ട്. പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിങ്ങനെ ഇരിക്കാം, നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. ഇതേപോലെ കുറേ പർഗോളകളുണ്ട്, അതിലൊക്കെ വന്നിരുന്ന് എൻജോയ് ചെയ്യുക ഗൈസ്, ലൈഫ് എൻജോയ് ചെയ്യുക, അടിച്ചു പൊളിക്കുക കോപ്പൻഗാനിൽ വന്നിട്ട്. ആഹാ ഭംഗിയില്ലേ. അതിൻ്റെ നേരെ ബാക്കിലായിട്ട് വലിയൊരു മലയുണ്ട് കേട്ടോ. ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ വല്ലാത്തൊരു രസമാണ്, അനുഭൂതി എന്നൊക്കെ പറയൂലേ, അത് തന്നെ. ഞാനധികം ഇതിനകത്ത് ഇങ്ങനെ നടക്കും, രാവിലെ നടക്കും, വൈകുന്നേരം നടക്കും. പിന്നെ കൊതുകിൻ്റെ ശല്യമൊന്നുമില്ല, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ സ്വിമ്മിംഗ് പൂളിൽ വെള്ളം വീഴുന്ന ശബ്ദമൊക്കെ കേട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. പിന്നെ കുറേ പക്ഷികളൊക്കെ രാവിലെയൊക്കെ വൈകുന്നേരമൊക്കെ വന്നിട്ട് പല ശബ്ദം ഉണ്ടാക്കും. നമ്മളെ നാട് പോലെ തന്നെ. അവിടെ ആ കാണുന്നില്ലേ, അതൊരു വലിയ കോട്ടേജാണ്. അതിൽ ഒരു വലിയ ഫാമിലിക്കൊക്കെ വന്ന് താമസിക്കാൻ പറ്റുന്ന. ആ 2 ചെറുതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഈ ബീച്ചിൽ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലത്ത് ഇതേപോലെ നല്ല വൃത്തിയുള്ള ഒരു കോട്ടേജസൊക്കെ ചെറിയ പ്രൈസിന് കിട്ടുക എന്ന് പറയുന്നത് കോപ്പൻഗാൻ ഐലൻഡിൽ, ദാറ്റ് ഈസ് സോ ഗുഡ്. അപ്പോൾ ഈ പൂള് ഇവർ ദിവസവും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോഴ് നമുക്ക് ഈ പൂള് കുറച്ച് അത്യാവശ്യം വലുപ്പമുണ്ട്, നമുക്ക് നീന്താം. ഈ പൂള് ഉപയോഗിക്കാൻ ഇപ്പം സുഖം. എന്താ അറിയുമോ, ഇവിടെ നിറയെ ടൂറിസ്റ്റുകളൊന്നുമില്ല, മാത്രമല്ല കുറേ കുട്ടികളൊന്നും ഞാൻ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ പൂള് വെള്ളം നല്ല വൃത്തിയായിട്ട് ഉണ്ട്. ഞാനിടയ്ക്ക് രാവിലെയും വൈകുന്നേരമൊക്കെ ഇടയ്ക്കൊന്ന് സ്വിം ചെയ്തിട്ട് കയറിപ്പോവും. ഒരു രസം, അത്ര തന്നെ. പിന്നെ വേറെ ഇവിടെ കാര്യമായിട്ട് അങ്ങനെ പോകാനൊന്നുമില്ല. ഇപ്പം മെയിനായിട്ട് ഇപ്പോൾ പോകാനുള്ളത് പാർട്ടി കാണാനാണ്, ഫുൾ മൂൺ പാർട്ടി കാണാൻ. എന്നാലും കുറച്ചൊന്നും നീന്തല്ല. സ്വിമ്മിംഗ് പൂളിൽ കുറേ ദിവസമായി സ്വിമ്മിംഗ് പൂളിൽ നീന്തുന്ന ഒരു വീഡിയോ ഇട്ടിട്ടില്ലേ. ഇവിടെ ഇങ്ങനെ ഇരിക്കുക, കുറച്ച് നേരം സ്വിമ്മിംഗ് പൂൾ നോക്കിയിരിക്കുക, എന്നിട്ട് മെല്ലെ അതിലേക്ക് ഇറങ്ങുക. വേറെന്താ, അത്രയേ ഉള്ളൂ. ഈ വെള്ളത്തിന് തണുപ്പില്ല, ചെറിയൊരു വാം വാട്ടറാണ്. എന്താ സുഖം എന്നറിയാം. ഇങ്ങനെ നിന്ന് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ
ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിങ്ങനെ കുളിപ്പിക്കും. സ്വിമ്മിംഗ് പൂളിൽ ഷാമ്പു സോപ്പൊക്കെ ഇട്ടിട്ട് കുളിക്കുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടോ? ഉണ്ടാവും. ഇതെന്തിനാ അറിയാം? മുങ്ങിപ്പോകാതിരിക്കാനാ കുട്ടികൾക്ക്. ഇതിൻ്റെ മുകളിൽ കയറി ഇരിക്കാൻ മതി. ഇതിൻ്റെ മേലെ കയറി ഇരുന്നിട്ട് വേണമെങ്കിൽ എങ്ങനെ ഇപ്പം ഇതിൻ്റെ മേലെ ഇരിക്കുക? കാനുണ്ട് അവിടെ ഇരുന്നിട്ട് എൻ്റെ വീഡിയോ പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുവായി. എന്താ പോലെ സുഖം. ഇങ്ങനെ ഇങ്ങനെ കുറേ നേരം വെള്ളത്തിൽ നല്ല സുഖമുണ്ട് ഇതിനകത്ത് ഇങ്ങനെ കളിക്കാം. എൻ്റെ വരാന്തയിൽ ഇരുന്നിട്ട് നോക്കുമ്പോൾ രാത്രി കാഴ്ച കണ്ടോ? ഈ റിസോർട്ടിൻ്റെ എന്ത് ഭംഗിയല്ലേ. ഇങ്ങനെയുണ്ടാവുക. നല്ല ചെറിയ ഈ വാം ലൈറ്റും പിന്നെ ആ സ്വിമ്മിംഗ് പൂളിൻ്റെ ഒക്കെ കാഴ്ച ഉണ്ടോ? രാത്രി ഇതിൻ്റെ ഉള്ളിലൂടെ നടക്കാൻ ഭയങ്കര രസമാണ്. സൂപ്പറല്ലേ? ഞാൻ നിങ്ങൾക്ക് കാണിച്ച ഈ ഒരു പ്ലേസ് നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വളരെ റീസണബിളായിട്ടുള്ള ഒരു പ്രൈസിൽ ഇവിടെ ഒരു സ്റ്റേ കിട്ടും ഈ കൊപ്പങ്ങാൻ ഐലൻഡിൽ. ഇതുണ്ട് സ്വിമ്മിംഗ് പൂളിൽ ലൈറ്റൊക്കെ മാറി മാറി. ആഹാ ആഹാ സൂപ്പർ അല്ലേ? എന്തായാലും എൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ട എല്ലാവർക്കും നന്ദി. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.